2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സീനായിലെയും സെഹിയോൻ മാളികയിലെയും പെന്തക്കോസ്ത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, അക്ഷരത്തിന്റെ ശുശ്രൂഷയും ആത്മാവിന്റെ ശുശ്രൂഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരും ആത്മാവിന്റെ ശുശ്രൂഷകന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നത് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന വാക്യമാണ് നാം വായിച്ചു കേട്ട കുറുവാക്യം. പെന്തക്കോസ്തിന്റെ ആത്മാവിലുള്ള ശുശ്രൂഷയെയും ശുശ്രൂഷകന്മാരെയും പഴയ നിയമത്തിലെ കല്ലിൽ എഴുതിയ പ്രമാണത്തെയും തമ്മിൽ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വിശകലനം ചെയ്തിരിക്കുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ശിഷ്യന്മാർ കാത്തിരുന്ന മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഇറങ്ങി വന്നു. സെഹിയോൻ മാളികമുറിയിലെ പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാ വരവോടെ വലിയ മുഴക്കമുണ്ടായപ്പോൾ യെരുശലേം ദേവാലയത്തിനരികെ നിന്നിരുന്ന ഭക്തിയുള്ള പുരുഷന്മാർ സെഹിയോൻ മാളികമുറിയിലേക്ക് ഓടിക്കൂടി വന്നു. അവിടെ ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള ആ ജീവനുള്ള ആരാധന വെളിപ്പെട്ട് അവർ കണ്ടു. അവിടെ ജീവന്റെ വചനമെന്ന വാളിനാൽ അനേകർ ജീവൻ പ്രാപിച്ചു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ ശക്തിയോടെ പ്രസ്താവിക്കുമ്പോൾ പ്രിയരെ, അത് ഇരുവായുത്തലയുള്ള വാൾ ആയിത്തീരുകയാണ്. ആരെയും കൊല്ലുന്ന വാളല്ല, ആരെയും ജീവിപ്പിക്കുന്ന വാളായി അനേകർക്ക് ജീവൻ നൽകുന്ന വചനം. അവിടെ കൂടി വന്നവരുടെ നടുവിൽ നിന്ന് 3000 പേർ രക്ഷ പ്രാപിച്ചു. അർത്ഥാൽ അവർ ജീവൻ നേടി. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു. ദൈവവചനമെന്ന വാൾ പെന്തക്കോസ്ത് നാളിൽ ജീവിപ്പിക്കുന്ന വാളായി പരിണമിച്ചു. പഴയ നിയമത്തിലും പെന്തക്കോസ്ത് വെളിപ്പെട്ടിരുന്നു. അന്നത്തെ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്. പ്രിയരെ, മോശയുടെ കാലത്ത് സീനായ് മലയിൽ ദൈവം ഇറങ്ങി വന്നത് ഒരു പെന്തക്കോസ്ത് ദിവസമായിരുന്നു എന്ന് ദൈവജനം ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ദിവസം കണക്ക് കൂട്ടി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ യാത്ര തിരിച്ചതിന്റെ 48-ാം ദിവസമാണ് അവർ സീനായി പർവ്വതത്തിന്റെ താഴ്വരയിൽ എത്തിയത്. മോശ ദൈവം അരുളി ചെയ്തതിന്റെ വെളിച്ചത്തിൽ സീനായി മലയിലേക്ക് കയറി ചെന്നു. അവിടെ വെച്ച് ദൈവം മോശയോട് അരുളി ചെയ്തു. തുടർന്ന് ദൈവം മോശയോട്, നീ ജനത്തിന് നടുവിൽ ഇറങ്ങിച്ചെന്ന് ഇന്നും നാളെയും അവർ അവരെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറക എന്ന് പറഞ്ഞ് മോശയെ ദൈവം തിരിച്ചയച്ചു. നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലെ 10-ാമത്തെയും 11-ാമത്തെയും വാക്യമാണ്. അങ്ങനെ പെസഹ ആചരിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് 48-ാം ദിവസം സീനായിലെത്തിയ ആ ജനം
മോശയുടെ ആഹ്വാനം അനുസരിച്ച് 48-ാമത്തെയും 49-ാമത്തെയും ദിവസങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് 50-ാം ദിവസത്തേക്ക് ദൈവം അവരോട് പറഞ്ഞതുപോലെ ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, ശുദ്ധീകരണത്തിന്റെ ആ 3-ാം ദിനം, ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ 50-ാം ദിവസം, യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് ദിവസമാണ് യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങിയത്. സീനായിലെ പെന്തക്കോസ്തിൽ സംഭവിച്ചതും സഹീയോൻ മാളികയിലെ പെന്തക്കോസ്തിൽ സംഭവിച്ചതും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രമാണവുമായി ഇറങ്ങി വന്നപ്പോൾ 3000 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിൽ ആത്മാവിന്റെ പ്രമാണം വെളിപ്പെട്ടപ്പോൾ, മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ 3000 പേർ ജീവൻ പ്രാപിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നു. പ്രിയരെ, ശുശ്രൂഷകന്മാരുടെ കയ്യിൽ പണ്ട് കൊല്ലുന്ന വാൾ, എന്നാൽ ഇന്ന് ശുശ്രൂഷകന്മാരുടെ കയ്യിൽ കൊല്ലുന്ന വാളല്ല, അത് ജീവിപ്പിക്കുന്ന വാളാണ്. അന്ന് കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയ ന്യായപ്രമാണം ആണ് ലഭിച്ചത്. എന്നാൽ ഇന്ന് ജീവനുള്ള മാംസപ്പലകകളായ ഹൃദയങ്ങളിൽ ആത്മാവിനാൽ ജീവന്റെ പ്രമാണം, ജീവന്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്നു. ആ താരതമ്യ വിശകലനമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. ദൈവം ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തന്മാരാക്കി എന്ന അപ്പോസ്തലന്മാർ അഭിമാനത്തോടെ ദൈവജനത്തിന് മുൻപാകെ നിന്ന് വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ അക്ഷരത്തിന് ശുശ്രൂഷകന്മാരല്ല. ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടത് കല്ലിൽ എഴുതിയിരിക്കുന്ന മരണത്തിന്റെ പ്രമാണമല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന ജീവന്റെ പ്രമാണം. അത് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പ്രമാണമാണ് എന്ന് അപ്പോസ്തലൻ അവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് കൊല്ലുന്ന വാളല്ല, മറിച്ച് ജീവൻ നൽകുന്ന വാളാണ്. അർത്ഥാൽ ഞങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാണ് എന്നാണ് അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പാകെ, അവർ ജനത്തിന് മുമ്പാകെ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയത്. കൂടപ്പിറപ്പുകളെ, സഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങിയ പെന്തക്കോസ്തിന്റെ ശക്തി കർത്താവിന്റെ ശുശ്രൂഷകന്മാരെ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരായി പ്രാപ്തരാക്കിയിരിക്കുകയാണ്. ആ ശുശ്രൂഷയാണ് നമ്മെ രക്ഷയിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും നയിച്ച് ജീവന്റെ അവകാശികളാക്കി തീർക്കുന്നത്. നാം സ്വീകരിക്കുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവനും ചൈതന്യവും നൽകുകയാണ്. ആ ശുശ്രൂഷയെ ജീവൻ പ്രാപിക്കുവാൻ, ആ ശുശ്രൂഷയ്ക്കായി പ്രാപ്തരാക്കപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും വചനം വായിച്ച് ധ്യാനിച്ച് വചനം ശ്രദ്ധയോടെ കേട്ട് ആ വചനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ, ഗ്രഹിക്കുവാൻ, ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനപ്രകാരം കർത്താവേ, ജീവൻ ഞങ്ങൾക്ക് നൽകിയ ആ വാളിനായി, അർത്ഥാൽ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സഹിയോൻ മാളികയിൽ ഇറങ്ങിയ പെന്തക്കോസ്തിന്റെ ശക്തി ഞങ്ങളെ കർത്താവിന്റെ ശുശ്രൂഷകന്മാരാക്കി തീർത്തിരിക്കുന്ന വൻകൃപകൾക്കായി, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കുന്ന വൻകൃപകൾക്കായി, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങൾ നടത്തുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയാൽ അനേകരെ രക്ഷയിലേക്കും രക്ഷയുടെ പൂർണ്ണതയിലേക്കും നയിക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവ്. ഇന്നിന്റെ മറുപടികളും വിടുതലുകളും ആഗ്രഹിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അത് വെളിപ്പെടുത്തണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്യുന്ന വൻകൃപകൾക്കായി സ്തോത്രം, മഹത്വം അങ്ങേക്കും. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.
പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.